ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ 250ഓളം കുടുംബങ്ങളുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു ജീപ്പ് സർവീസ്. ജീപ്പ് സർവീസിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബങ്ങളൊക്കെ തന്നെ പോറ്റിയിരുന്നത്. പക്ഷേ 2 വർഷം മുൻപുണ്ടായ ഉരുൾപൊട്ടലിൽ കുറെ ആളുകൾ വാഹനങ്ങൾ നഷ്ടപ്പെട്ടു. കുറെ മാസത്തേക്ക് അവർക്ക് ജോലി ഉണ്ടായിരുന്നില്ല. സഹായങ്ങൾ വഴിയൊക്കെ തന്നെ അവർക്ക് വാഹനങ്ങളൊക്കെ തന്നെ കിട്ടി. പതുക്കെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് ഈ മാസം 7-ാം തീയതി കള്ളാടിയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. അതോടുകൂടി വീണ്ടും ഈ ജീപ്പ് സർവീസ് ഒക്കെ തന്നെ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ നമുക്കൊപ്പമുണ്ട്. ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഒരു പണിയില്ലായിരിക്കും. പ്രത്യേകിച്ച് എല്ലാ ഡ്രൈവർമാരും ആകെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ തൊള്ളായിരണ്ടിയിൽ മാത്രമേ ഉള്ളൂ. ആകെ ഉള്ള വരുമാനം ഈ ജീപ്പ് ഓടിയിട്ടുള്ളത് തന്നെ ഉള്ളൂ. വേറെ നമുക്കൊരു വരുമാനമോ കാര്യങ്ങളോ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ആർക്കും ഇല്ല. ഇതിപ്പോൾ നമ്മൾ ഈ ചൂരമല പൊട്ടിയ ആ ടൈമിൽ തന്നെ ഞങ്ങൾ 3 മാസത്തോളം പൂട്ടിക്കെട്ടുന്നത്. ഇപ്പോൾ ഇതപ്പോൾ 2ാമത്തെ ഘട്ടമായപ്പോൾ മീനാക്ഷി പൊട്ടിയ ടൈമിലും ഇത്ര ദിവസമായിട്ട് അത് തുറന്നിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല. അപ്പോഴും ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എല്ലാവരുടെ അവസ്ഥയും പറ്റ അടിയിലാണ്. ഈ അട്ടമലയിലേക്കും തൊള്ളാരങ്കടിയിലൊക്കെ തന്നെ വരുന്ന വിനോദസഞ്ചാരികളെ ജീപ്പിലാണ് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ മണ്ണിടിഞ്ഞതോടുകൂടി വീണ്ടും ആ സർവീസൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ എത്ര പേരുണ്ടായിരുന്നു അവിടെ തൊള്ളാരങ്കടിയിൽ? തൊള്ളായിരങ്കണ്ടിയിൽ മൊത്തം ഇപ്പോൾ ഒരു 10-200 ജീപ്പുകൾ എല്ലാവരും ഉണ്ട്. ജീപ്പ് എല്ലാവരും ആശ്രയിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഒരു വരുമാനമാണ് ഇപ്പോൾ തൊള്ളായിരങ്കണ്ടി ഉള്ളത്. നിലവിലിപ്പോൾ അതിന്റെ ശേഷം ഇങ്ങോട്ടുള്ള ആൾക്കാരെ വിടുന്നുമില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ഓപ്പൺ ആക്കി തരുന്നുമില്ല. നിലവിലിപ്പോൾ കുറച്ച് ദിവസങ്ങളായി, ഇപ്പോൾ 3-4 ആഴ്ചയായി ഇപ്പോൾ ഞങ്ങളെല്ലാവരും പണിയും കാര്യങ്ങളും ഇല്ലാതെ നിൽക്കുന്നത്. നിലവിലിപ്പോൾ ഇങ്ങോട്ടുള്ള ഒരു രീതിയിൽ ഇപ്പോൾ നമുക്ക് വേണ്ടിയുള്ള ഒരു സഹായമോ ധനസഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളെ സഹായിക്കാൻ സർക്കാരോ കാര്യങ്ങളോ ആരും മുന്നോട്ട് വരുന്നില്ല. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളായിക്കോട്ടെ ആർക്കും ഇങ്ങോട്ട് കടത്തിവിടാം. ഇപ്പോൾ സ്വന്തം നാട്ടിലുള്ള ആൾക്കാർക്ക് വരെ നോക്കുമ്പോൾ മീനാക്ഷി പാലത്തിന്റെ പുറത്തേക്ക് പോലീസുകാരെ അവിടേക്ക് ID കാര്യം എല്ലാം കാണിച്ചിട്ടുമാണ് ഇപ്പുറത്തേക്ക് കടക്കാൻ. അത് വല്ലാത്തൊരു പ്രശ്നത്തിൽ തന്നെയാണ്. ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് ഇനിയിപ്പോഴുള്ള മാസങ്ങളിലും വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഇപ്പോൾ എല്ലാം സ്റ്റോപ്പായിരിക്കുകയാണ്. പട്ടമല ആയിക്കോട്ടെ തൊള്ളായിരങ്കണ്ടി ആയിക്കോട്ടെ ഇങ്ങോട്ടുള്ള മീനാക്ഷി പാലത്തിന്റെ പുറത്തുള്ള മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് എല്ലാം ക്ലോസ് ആയി കിടക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഇലക്ഷൻ കാലത്ത് സർവീസ് നടത്തിയില്ലായിരുന്നു ജീപ്പ്, അതിന്റെ വാടക കിട്ടിയോ? ഇലക്ഷന് ഇപ്പോൾ നമ്മളെല്ലാവരും പോലീസോട്ടം കുറെ വണ്ടികൾ ഓടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒന്നും ഇതുവരായിട്ട് കിട്ടിയിട്ടില്ല. കാരണം നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അത്ര എണ്ണയും കാര്യങ്ങളും അടിച്ചിട്ട്. എത്ര രൂപയുടെ എണ്ണ അടിച്ചത്? അന്ന് ഞാനൊക്കെ ഇപ്പോൾ 10-20 റുപ്യന്റെ എണ്ണ അടിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഏകദേശം എല്ലാവരും ഒരു മാസത്തിന്റെ മേലെ ഓടിയിട്ടുണ്ടായിരുന്നു. ഈ നേരം വരെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് വിളിക്കേണ്ടവരെ വിളിക്കുകയും ചെയ്ത് ഓഫീസുകളിൽ പോയി നോക്കി എല്ലാം ചെയ്തിട്ടും ഈ നേരം വരെ ആയിട്ട് ഒരു ഫണ്ടോ കാര്യങ്ങളോ നമുക്ക് കയറിയ ഈ സമയത്ത് അതും കയറാത്തതിന്റെ ബുദ്ധിമുട്ട് നല്ല. കാരണം നമ്മൾ ആ സമയത്തും കടങ്ങളും കാര്യങ്ങളും വാങ്ങിയിട്ടാണ് ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചോടിയത്. അതുമില്ല ഇതുമില്ല, എല്ലാം കൊണ്ടും ഇപ്പോൾ മൊത്തത്തിൽ പ്രതിസന്ധിയിലായി കിടക്കുകയാണ്. ഏതായാലും അതിജീവനം എന്ന് പറയുമ്പോൾ താമസിക്കാൻ വീട് നിർമ്മിച്ച് നൽകുക മാത്രമല്ല, അവരുടെ ഉപജീവനത്തിനുള്ള മാർഗം കൂടി തുറന്നു നൽകേണ്ടതുണ്ട്. അവർ ജീപ്പ് ഓടിക്കാനൊക്കെ തയ്യാറാണ്, പക്ഷേ അവർക്ക് ജീപ്പ് ഓടിക്കാനുള്ള സൗകര്യമില്ല. സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സേവനത്തിന് വേണ്ടി ജീപ്പ് ഓടിച്ചിട്ട് വരെ മാസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് അതിന്റെ പണം പോലും ലഭിച്ചില്ലെന്ന പരാതിയും ഇവിടെ നിലനിൽക്കുന്നു. ചൂരൽമലയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ.